നമസ്കാരം. ഗ്ലോബൽ സമയത്തിലേക്ക് സ്വാഗതം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് US-ൽ പോയി ഒരു ഡിഗ്രി സ്വന്തമാക്കുക എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് ആ US സ്വപ്നങ്ങൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. കടുത്ത വിസ നിയന്ത്രണങ്ങളും US-ലെ മന്ദഗതിയിലുള്ള തൊഴിൽ വിപണിയും കാരണം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി വിസ പ്രോസസ്സിംഗിലെ കാലതാമസവും പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബാധ്യതകളും കാരണം US-ലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ജോലി കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. പുതിയ വിസ പോളിസികൾ കാരണം US-ലെ പ്രധാന നഗരങ്ങളിലെ ആയിരക്കണക്കിന് ബിരുദധാരികളായ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളാണ് ഇപ്പോൾ തൊഴിൽ പ്രതിസന്ധി നേരിടുന്നത്. ട്രംപ് ഭരണകൂടം H-1B വിസ അപേക്ഷകൾക്കായി ചില പ്രത്യേക വിഭാഗങ്ങളിൽ $1,00,000 വരെ ഫീസ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് വിദേശ ജീവനക്കാരെ നിയമിക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനികളുടെ ചെലവ് കുത്തനെ വർദ്ധിപ്പിക്കും. മാത്രമല്ല, H-1B വിസ നൽകുന്നതിലുള്ള പരമ്പരാഗത ലോട്ടറി സമ്പ്രദായത്തിന് പകരം ഇനി മുതൽ ഉയർന്ന വേതനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിസ അനുവദിക്കുക എന്ന പുതിയ നിയമവും നിലവിൽ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മേൽ ഇരട്ടി സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കമ്പനികളുമായി സംസാരിക്കുമ്പോൾ വിസ സ്പോൺസർഷിപ്പ് ആവശ്യമാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്ന സമയത്ത് കമ്പനികൾ ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നുണ്ട്. ഇതിനു പുറമെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനശേഷം 3 വർഷം വരെ US-ൽ ജോലി ചെയ്യാൻ അനുവാദം നൽകുന്ന ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിംഗ് സംവിധാനം അഥവാ OPT പ്രോഗ്രാമിലും ഇപ്പോൾ വലിയ പ്രതിസന്ധികളാണ് ഉള്ളത്. OPTയുടെ ഭാവി സുരക്ഷിതമല്ലെന്ന തരത്തിൽ ഫെഡറൽ ഉദ്യോഗസ്ഥർ പരസ്യമായി ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത് വിദ്യാർത്ഥികളിൽ കടുത്ത ആശങ്കകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ബോസ്റ്റൺ യൂണിവേഴ്സിറ്റി, പർഡ്യൂ യൂണിവേഴ്സിറ്റി തുടങ്ങിയ ലോക പ്രശസ്തമായ സർവകലാശാലകളിലെ കരിയർ കൗൺസിലർമാർ പറയുന്നത് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളിൽ വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദവും ഭയവും കാണപ്പെടുന്നു എന്നാണ്. നൂറുകണക്കിന് ജോലികൾക്ക് അപേക്ഷ അയച്ചിട്ടും ഒരൊറ്റ ഇന്റർവ്യൂ കോൾ പോലും ലഭിക്കാത്ത സാഹചര്യമാണ് പല വിദ്യാർത്ഥികൾക്കും ഉള്ളത്. എന്തുകൊണ്ടാണ് കമ്പനികൾ വിദേശ ജീവനക്കാരെ സ്പോൺസർ ചെയ്യാൻ മടിക്കുന്നത് എന്ന സംശയം നമ്മളിൽ പലർക്കും ഉണ്ടാകും. എന്നാൽ ഇതിന്റെ കാരണം ലളിതമാണ് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കനത്ത നിയമപരമായ ചെലവുകളും മാറിമറിയുന്ന ഇമിഗ്രേഷൻ നയങ്ങളിലെ അനിശ്ചിതത്വവും കാരണം US തൊഴിലുടമകൾ ഇപ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു എന്ന് അവർ പറയുന്നു. നീണ്ട പേപ്പർ വർക്കുകളും പണച്ചെലവും ഒഴിവാക്കാൻ കമ്പനികൾ US പൗരന്മാരെ നിയമിക്കുന്നതിനാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നതെന്നും അവർ പറഞ്ഞു. ചെറിയ കമ്പനികൾക്ക് ഈ വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവർ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സാഹചര്യം US-ലെ ഗവേഷണ മേഖലകളെയും അക്കാദമിക് രംഗത്തെയും ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ടെക്സസിൽ പഠനം പൂർത്തിയാക്കിയ ഇറാനിയൻ സ്വദേശിയായ ഗസൽ എന്ന വിദ്യാർത്ഥിക്ക് വിസ പ്രോസസ്സിംഗിലെ കർശനമായ നിയന്ത്രണങ്ങൾ കാരണം തന്റെ PhD ഗവേഷണം ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നാണ്. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ അമേരിക്കയുടെ പ്രധാന കരുത്തായ അന്താരാഷ്ട്ര പ്രതിഭകളുടെ ഈ കൊഴിഞ്ഞുപോക്ക് US സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. ബാങ്കുകളിൽ നിന്നും ലോണും സ്വന്തമായുള്ള വസ്തുക്കളും വിറ്റിട്ടായിരിക്കും പലരും US-ൽ പഠനത്തിനായി എത്തുന്നത്. പഠനശേഷം ജോലി ലഭിക്കുന്നതോടെ ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്നാണ് പല വിദ്യാർത്ഥികളും വിചാരിക്കുന്നത് എന്നും പല ഉദ്യോഗസ്ഥരും പറയുന്നു. എന്നാൽ നിലവിലെ US-ലെ സാഹചര്യം അവരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും US ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു എന്നും അവർ പറഞ്ഞു. നിലവിൽ ഇവിടെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ജോലിക്കായി കാനഡ, ജർമ്മനി, UK, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. കടുത്ത വിസ നിയമങ്ങളും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതകളും കാരണം US സ്വപ്നം എന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി മാറുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും അവർ പറയുന്നു.